പക്ഷേ മുരുകപ്പ ഗ്രൂപ്പിന്റെ ഗുണ്ടകൾ വന്ന് ബോർഡ് എടുത്ത് ആറ്റിക്കളഞ്ഞു. അവിടെ ചെന്ന 2 ഉദ്യോഗസ്ഥന്മാരുടെ ബൈക്കും എല്ലാം എടുത്ത് എറിഞ്ഞിട്ട് ഇവിടുന്ന് സ്ഥലം വിട്ടോണമെന്ന് പറഞ്ഞു. അവർ കൊണ്ടൊരു പോലീസിൽ ഒരു പരാതിയും കൊടുത്തു. പോലീസും മൈൻഡ് ചെയ്തിട്ടുള്ള കാര്യം പോലീസ് മൈൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ഭരണത്തിലെ ആളുകൾക്ക് അല്ലെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് വേണ്ട സമ്മർദ്ദം ചെലുത്തണം. മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി പത്തനംതിട്ട ജില്ലയിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ഡാമുകളുണ്ട്. സംസ്ഥാനത്തെ 2ാമത്തെ ജലവൈദ്യുതി പദ്ധതിയായ ശബരിഗിരി ഉൾപ്പെടെയുള്ളവ പത്തനംതിട്ട ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിൽ നമ്മുടെ ഈ മണിയാറും KSEBിയും തമ്മിലുള്ള ഒരു കരാറും അത് സ്വകാര്യ കമ്പനിയും തമ്മിലുള്ള ആ കരാറിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളൊക്കെ വാർത്തയായിട്ടുള്ളത്. രൂക്ഷമായിട്ടുള്ള ഈ വൈദ്യുതി ക്ഷാമത്തിന് ഇതെങ്ങനെ ശാശ്വത പരിഹാരമാകും? ആ സ്വകാര്യ കമ്പനിയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോരിൽ നമ്മളോടൊപ്പം ചേരുന്നത് INECയുടെ ദേശീയ നേതാവായ ജ്യോതിഷ് കുമാർ മലയാലപ്പുഴയാണ്. ഈ മണിയാർ കാർബറാണ്ടം ജലവൈദ്യുതി പദ്ധതി കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുതി പദ്ധതിയാണ്. AK ആന്റണിയാണ് 1995 ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് നയനാർ സർക്കാരാണ് ഇതിന് സാങ്കേതിക അനുമതിയും ഭരണാനുമതിയും എല്ലാം നൽകുന്നത്. പിന്നീട് വന്ന UDF സർക്കാർ അതിനെ എതിർക്കാൻ പോയില്ല. സ്വകാര്യ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഒരു ജലവൈദ്യുതി പദ്ധതി ആരംഭിക്കുന്നു. BOT വ്യവസ്ഥയിൽ 30 വർഷത്തേക്ക് എന്നുള്ളതാണ് അന്നുണ്ടാക്കിയ കരാർ. BOT എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. 30 വർഷം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഈ വൈദ്യുതി നിലയം യാതൊരു ഉപാധിയുമില്ലാതെ KSEBിക്ക് വിട്ടുകൊടുക്കണം. അങ്ങനെയാണ് അതിന്റെ കരാർ. നിർമ്മാണ സമയത്ത് PWDയും KSEBിയുമാണ് ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്തത്. BOT വ്യവസ്ഥയിൽ ബിൽറ്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ കഴിഞ്ഞ് ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ട് അന്ന് KSEBിയും PWDയും ചേർന്ന് 100 വർഷം ആയുസ്സുള്ള, അത്ര ബലമുള്ള, അത്ര കെട്ടുറപ്പുള്ള ഫൗണ്ടേഷൻ മുതൽ അത്ര ആയുസ്സോടെയാണ് ഈ വൈദ്യുതി നിലയം പണി കഴിപ്പിച്ചത് മണിയാർ. അപ്പോ 2025 ഡിസംബർ 31 കാലാവധി കഴിഞ്ഞു. ഗവൺമെന്റ് സ്വാഭാവികമായി ആ സമയം തന്നെ ഒരു നോട്ടീസ് പോലും കൊടുക്കേണ്ട കാര്യമല്ല, ഏറ്റെടുക്കണം. പക്ഷെ ആ കാര്യത്തിൽ ഒരു മെല്ലപ്പൊക്കുണ്ടായി. അവിടെ നമുക്ക് സംശയിക്കാവുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഇത് ആരാ നടത്തുന്നത്? കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ്, മുരുകപ്പ, ചെന്നൈ ആസ്ഥാനമായ മുരുകപ്പ കമ്പനി. കാർബറാണ്ടം യൂണിവേഴ്സൽ എന്നാണ് അവരുടെ നെയിം, കോർപ്പറേറ്റ് നെയിം. അവർക്ക് കേരളത്തിൽ മാത്രമല്ല, ചെന്നൈയിൽ, പഞ്ചാബിൽ, ബംഗാളിൽ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും വലിയ തോതിലുള്ള വ്യവസായങ്ങളുണ്ട്. ആ വ്യവസായങ്ങൾ ഒന്നും തന്നെ വൈദ്യുതോൽപാദനമല്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാർബറാണ്ടം യൂണിവേഴ്സൽ കമ്പനി വൈദ്യുതോൽപാദനം നടത്തി വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയല്ല. അവർക്ക് മറ്റനവധി പ്രോഡക്റ്റുകളും മറ്റനവധി ബഹുരാഷ്ട്ര കമ്പനികളും ഉണ്ട്. ആ ബഹുരാഷ്ട്ര കമ്പനികളിലേക്ക് ഇവിടെ നിന്ന് KSEBിക്ക് സൗജന്യമായി കൊടുക്കുന്ന വൈദ്യുതിക്ക് തത്തുല്യമായ മെഗാവാട്ട് വൈദ്യുതി അവരുടെ കമ്പനിയിലേക്ക് അവർ ഏറ്റെടുക്കുകയാണ്. ഇപ്പോ ആണെങ്കിൽ അവരതിന് വലിയ ഭീമമായ തോതിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി എടുക്കുന്നതിന് അവർ പണം കൊടുക്കേണ്ടതാണ്, KSEBിക്കോ അല്ലെങ്കിൽ പവർ ഗ്രിഡ് കോർപ്പറേഷനോ. പക്ഷെ അവർക്ക് സൗജന്യമായി വൈദ്യുതി കിട്ടുന്നു. ഇപ്പൊ തന്നെ 2025 ശേഷം തന്നെ, ഈ 2025 വരെ തന്നെ അവർ ഉൽപ്പാദിപ്പിച്ചപ്പോൾ അവരുടെ എല്ലാ നിർമ്മാണ ചെലവും അവരുടെ ഉൽപാദന ചെലവും കൂടിയാലും 300 കോടി രൂപ അവർക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് ഇത്രയും വർഷത്തിനിടയിൽ. ഇപ്പോഴത്തെ സ്ഥിതിയിലാണെങ്കിൽ വൈദ്യുതി ഉൽപാദനം ഒരു ദിവസം 1 കോടി രൂപയ്ക്കകത്ത് അവർക്ക് ലാഭം കിട്ടുകയാണ്. ആ സമയത്തിലാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചൂട്. ഈ ചൂടിന്റെ കാലത്ത് പുറത്തുനിന്നും അമിത വിലയ്ക്ക് നമ്മൾ വൈദ്യുതി വാങ്ങുകയാണ്. അപ്രഖ്യാപിത പവർ കട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നു. പലപ്പോഴും കറണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇൻവെർട്ടറൊക്കെ ഉള്ള വീടുകളിൽ ആയതുകൊണ്ട്, ജനറേറ്ററും ബാറ്ററിയൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ അറിയാത്തത് കൊണ്ട് വൻതോതിൽ പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമിത വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വിലക്ക് വാങ്ങി ഇപ്പോൾ ഏറെ താമസിയാതെ ഇവിടുത്തെ വൈദ്യുതി ചാർജ് കൂട്ടാൻ പോവുകയാണ്. അപ്പോഴാണ് 1 പൈസ നമുക്ക് മുടക്കുന്നില്ലാതെ സംസ്ഥാന ഉടമസ്ഥതയിൽ കാലാവധി കഴിഞ്ഞു കിടക്കുന്ന 12 മെഗാവാട്ട് വൈദ്യുതി നമ്മൾ ചെന്ന് അത് ഉൽപാദനം നടത്തി അത് പ്രസാരണം നടത്തിയാൽ മാത്രം മതിയാകും. പക്ഷേ അത് ഏറ്റെടുക്കുന്ന കാലത്തിൽ വലിയ കള്ളക്കളികൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റും മന്ത്രിമാരും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കള്ളക്കളിയാണിത്. എന്തായാലും ഇതിനെതിരെ വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തൊഴിലാളി സംഘടനകളെ എല്ലാം കൂടി ചേർന്ന് അവർ വന്നാൽ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇതിനുവേണ്ടി സമരമായി മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം ഇന്നലെ എന്തായിരുന്നു അവിടെ സമാനമായിട്ടുള്ള സർക്കാർ ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞപ്പോഴത്തേനെ അവരുടെ സ്വകാര്യ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല എതിർപ്പുണ്ടായിരുന്നു. ശരിക്കും ഇത് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ക്യാബിനറ്റ് ഡിസിഷൻ വന്നില്ല. ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കേണ്ടതായിരുന്നു. KSEB കത്ത് കൊടുത്തു, കാലാവധി കഴിഞ്ഞാൽ മണിയാർ കാർബറാണ്ടം പദ്ധതി ഏറ്റെടുക്കാൻ ഗവൺമെന്റ് ഉത്തരവിറക്കണം. ഗവൺമെന്റ് നിസ്സംഗത പാലിച്ചു. ഗവൺമെന്റ് ഏസെന്നോ നോ എന്നും പറഞ്ഞില്ല. അപ്പോൾ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി ആയിട്ടാണല്ലോ കരാർ, മുഖ്യമന്ത്രി ആയിട്ടല്ല.
ജലവൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടില്ല. കരാറെന്ന് പറയുന്നത് ബിറ്റ്വീൻ കാർട്ടൺ കമ്പനി ആൻഡ് ദി സെക്രട്ടറി ഓഫ് ദി കേരള സ്റ്റേറ്റ് പവർ ഡിപ്പാർട്ട്മെന്റ്. അതാണ്. അങ്ങനെ ഊർജ വകുപ്പ് സെക്രട്ടറി കത്ത് കൊടുത്തു, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. 2 ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയി കേരള KSEBയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലവും വൈദ്യുതി നിലയവും അന്യർ അതിക്രമിച്ച് കയറരുത്, ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊക്കെ ബോർഡൊക്കെ വെച്ചു. സംഭവിച്ചത് ഏറ്റവും രസകരമായ കാര്യം, വളരെ താൽക്കാലിക കരാർ വ്യവസ്ഥയിലുള്ള കോൺട്രാക്ട് വ്യവസ്ഥയിൽ നിയമിക്കപ്പെട്ട 2 ജീവനക്കാരാണ് ഇത്രയും വലിയൊരു പദ്ധതി ഏറ്റെടുക്കാൻ അങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ KSEBയുടെ ഇതിലുള്ള ആത്മാർത്ഥത നമുക്ക് സംശയിക്കേണ്ടത് തന്നെയാണ്. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.